പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 4,35,831 പേർ. കേരളത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज भारत में एक स्टार्टअप रिवॉल्यूशन हो रहा है. इस रिवॉल्यूशन में भारत का नौजवान एक नए माइंडसेट के साथ मानवता के हित में समस्याओं के समाधान ढूंढ रहा है और हमारे नौजवानों के वर्ल्ड क्लास सॉल्यूशंस को ग्लोबल स्टेज पर लाने का माध्यम ही है भारत इनोवेट्स. ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 4,35,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യ മന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നഡ്ഡ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. സെൻസസ് 2027ന്റെ ആദ്യ ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1ാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവ്ജോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും.
കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ 2 പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 ഗോളിനും പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ്ണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂട് കൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ഝാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഡ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 4,35,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.